യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചേച്ചി ചേച്ചി എന്താ മോനെ കൊണ്ട് ബാഗൊക്കെ ആയിട്ട്? അല്ല, ഇന്ദ്രേട്ടനെവിടെ? നിങ്ങള് വളകാപ്പ് ചടങ്ങിന് പോയില്ലേ? ഇല്ല ചേരു, പോവാൻ സമ്മതിച്ചില്ല. സമ്മതിച്ചില്ലെന്നോ? ആരായിരിക്കും? അവര് തന്നെ. പതുക്കെ. നീ എപ്പോഴാ വന്നേ? മക്കളെവിടെ? അവരകത്തുണ്ട് ചേച്ചി, ഉറക്കം. രണ്ടുപേരെയും കൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാ വളകാപ്പിന് പോവാതിരുന്നല്ലേ? ഏയ്, അതൊന്നുമല്ല. എനിക്കും ചേച്ചിയെ പോലെ തന്നെ വിലക്ക. ചേച്ചിയുടെ ശത്രു അമ്മായിയമ്മയാണെങ്കിൽ എന്റെ ശത്രു സ്വന്തം ഭർത്താവ് തന്നെയാ. അപ്പോ നീ വിനയന്റെ കൂടെ അല്ലേ ഇങ്ങോട്ട് വന്നേ? അല്ല, ഇന്ദ്രേട്ടന്റെ വീട്ടിലെ സംഭവത്തിന് ശേഷം വിനയേട്ടൻ വീണ്ടും പഴയ പോലെയായി. ഈശ്വരോ! അത് കാരണം കൊണ്ട് മാത്രം ആള് മാറിയെന്നൊന്നും ഞാൻ പറയില്ല. അത് വിനയേട്ടനൊരു കാരണമാക്കി എടുത്തു എന്നുള്ളതാ സത്യം. മക്കളെ വീണ്ടും കണ്ടുകൂടാതായി. ഞാൻ മക്കളുടെ പിറകെ നടന്ന് അയാളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാ പരാതി. സഹിച്ചു മടുക്കുമ്പോ പ്രതികരിച്ചു പോവും. അപ്പൊ അടിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഒരു കാരണമില്ലാതെ കൈവച്ചപ്പോ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ ഒരുപോലെ ആയിപ്പോയല്ലേ ചേച്ചി? ഒരുപോലെയാണെന്ന് പറയാനാവില്ല മോളെ. വിനയന്റെ അമ്മ അവിടെ ഇല്ലാതായി പോയതാ നിന്റെ നിർഭാഗ്യം. അവരുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്കും മക്കൾക്കും അവിടുന്ന് വരേണ്ടി വരുമായിരുന്നില്ല. ഒരമ്മയ്ക്ക് മകനെ നിലയ്ക്ക് നിർത്താൻ പറ്റും. ശരിയാ. ഒന്നുമില്ലെങ്കിലും എന്റെ കുഞ്ഞുങ്ങളെ അമ്മ കയ്യിന്ന് താഴെ വെക്കാതെ നോക്കുമായിരുന്നു. അതോടെ എന്നെ അടുത്ത് കിട്ടുന്നില്ലെന്നുള്ള വിനേട്ടന്റെ പരാതിയും മാറും. ഇവിടെ നേരെ മറിച്ചാ മോളെ കാര്യങ്ങള്. അമ്മ അടുത്തില്ലെങ്കിൽ ഇന്ദ്രേട്ടൻ എന്നെ മോനെ പൊന്നുപോലെ നോക്കും. ഇപ്പൊ അനിയത്തിയും കൂടി എനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ആര്? സോനയോ? അതെ. ഇന്ന് എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് അവള് കാരണോ? ശബരി, സദ്യ ഉഗ്രനായിരുന്നു. ഞാൻ വിചാരിച്ചാലും കേമമായി അല്ലേ രഘു? അതെ അതെ. ചടങ്ങ് ഗംഭീരാക്കിയതിൽ എല്ലാവരോടും നന്ദിയുണ്ട്. ഇനി അധികം താമസിക്കേണ്ട, പക്ഷേ വീട്ടിലെത്തേണ്ട സമയം കഴിയുന്നതിന് മുമ്പ് അവിടെ എത്തേണ്ടതല്ലേ? അതെ അതെ. ശബരി, നീ വന്ന്. എന്താ തന്നെട്ടാ? നീ വന്ന ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ അത് പിന്നെ ഇന്ദ്രന്റെ അനുഭവം എന്ത് പണിയായി കാണിച്ചേ? അല്ല, അവർക്ക് ഇവിടെ വരെ ഒന്ന് വന്നു പോവാൻ എന്തത്ര അസൗകര്യം? ഇത് പറയാനാണോ ഇപ്പൊ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അത് മാത്രമല്ല, വിനയനും ചിലങ്കയും വന്നില്ലല്ലോ. അതിനെന്താ, ബാലനങ്ങൾ വന്നില്ലേ? അതല്ല ശബരി, ആ വിനയൻ എന്നെ ഫോൺ ചെയ്തിരുന്നു. ചിലങ്കയുടെ കയ്യിൽ ഫോൺ കൊടുക്കാമോന്ന് ചോദിച്ചാ വിനയൻ എന്നെ വിളിച്ചത്. അതെ, ഇതൊക്കെ ഇപ്പോഴല്ല സംസാരിക്കേണ്ടത്. ദയ ഇറങ്ങാൻ നിൽക്ക. എനിക്ക് അങ്ങോട്ട് ചെല്ലണം. ധനേട്ടൻ സദ്യ കഴിച്ചോ? പിന്നെ കഴിച്ചു. എന്നാ കുറച്ച് സമയം പോയി കിടന്ന് ഉറങ്ങ്. ഇവനെന്താ ഇങ്ങനെ? ശബരി വന്നല്ലോ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ മോളെ?
വാ ശബരീട്ട വാ. പോയിട്ട് വാ. ശബരീട്ടൻ അങ്ങോട്ട് വരില്ലേ? അതൊക്കെ ചോദിക്കുന്ന എന്തിനാ? ശബരി ഉറപ്പായിട്ടും വീട്ടിലേക്ക് വന്നോളും അല്ലേ ശബരി? വാ. അമ്മാവനെ കയറിക്കോ, ഞാൻ ബൈക്കിൽ വന്നോളാം. ആ ശരി. അപ്പോ രാമനാഥ ഇറങ്ങട്ടെ, എത്തിട്ട് വിളിക്കാം. ഓ ബാല ഇറങ്ങട്ടെ. ശരി. അപ്പൊ ശരി എല്ലാവരോടും. അധികം ദൂരമൊന്നുമില്ലല്ലോ, ശബരിക്ക് എപ്പോ വേണേലും അങ്ങോട്ടേക്ക് വരാം. എന്നാ ഞാൻ ശരി. ചടങ്ങൊക്കെ നന്നായിട്ട് നടന്നോ അമ്പിളി? ഭംഗിയായി നടന്നു ചേച്ചി. മോളെ ഇങ്ങതാ, ഞാൻ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം. എടി നീ പോന്നോടി മോളെ. മോക്ക് കഴിക്കാൻ തരാട്ടോ. ശ്രദ്ധിക്കണേ. ചിരു, ദേ അകത്തേക്ക് കൈപിടിച്ച് കേറ്റുന്നതേ ആരതി എടുത്തോണ്ട് വേണം. എല്ലാരും കേറി വാ, ആരതിയൊക്കെ ഉണ്ടാവും. അനു, നീ ഇവിടെ ഉണ്ടായിരുന്ന മോളെ? അനിയത്തി ഇറക്കിക്കൊണ്ടുവരാൻ വന്നില്ലെങ്കിലും സ്വീകരിക്കാൻ വന്നല്ലോ. ആദ്യം ചടങ്ങ് നടക്കട്ടെ, വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. അമ്മ വരുന്നില്ലേ? ഞാൻ വന്നേക്കാം.